ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങ. ഓ തമിഴാണല്ലേ. ഇങ്ങേ ഇങ്ങ ഇങ്ങാട്. തനിക്കെന്താ ചെവി കേട്ടൂടെ? എനിക്ക് ചെവി കേട്ട എന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇനി ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടണ്ട? നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്, ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ, നീ പെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കെട്ടിയാ കെട്ടിയവനെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരങ്ങളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാൾ എങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാണല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ച ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിട്. എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ, പോ. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா. அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛനൊരു കാര്യം. സാറേ, സാറാണോ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷണം നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരനെ കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിള. സുലാൻ വട. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കണം. ഇതുപോലെ നടന്നാ മതിയാ. സമാനോ ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകൻ അവിടെ പോയി. ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തീറ്റിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു.
പന്നി ഒന്നുമില്ല ശിവത അവനെ വിടരുത്. നീ ഇവനൊന്ന് ആശുപത്രി സത്യത നിന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്. അയാൾക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങും. എന്താണ് നോക്കിക്കണത്? വായിക്കട കെട്ടി വേണം. വണ്ടി എടുത്ത് മാറ്റാം. വേണ്ട, അയാളെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ടെന്നോ? നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവനെ പിന്നെ ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാറക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. വെട്ടി നുറുക്കണ ഇവനെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. ചിരിക്കണ്ട. ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ തേവരുടെ അപ്പൻ. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിരിത്തരമായി പോയി.
എന്ത്? അതായത് സത്യേട്ടന് ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തറ മിണ്ടായില്ലട ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം, ഇനിയിപ്പോ ദേവൻ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. വിടറാ. അതാവേദേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന് എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എല്ലാ അണ്ണാച്ചിയുടെ ഇഷ്ടം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണം അങ്ങനെ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ, സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? ദേവാരുടെ മകൾ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ, അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ.